ഗുഡ് മോർണിംഗ്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോസ്. SSC, RRB, NTPC എന്നീ എക്സാമുകളിൽ മിനിമം ഒരു 1-2 അല്ലെങ്കിൽ മാക്സിമം 3 ചോദ്യങ്ങൾ വരെ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും. എളുപ്പമുള്ള ടോപ്പിക്കാണ്. നമുക്കൊരു ഏകദേശം ഒരു 4 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാവുന്ന ടോപ്പിക്കാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോസ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ബേസിക് ഫാക്ട്സ് ആണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ December 2, അത് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ്. December 2. കമ്പ്യൂട്ടർ സേഫ്റ്റി ഡേ November 30. ഈ 2 ഡേറ്റും മറന്നുപോയി ഒരുപാട് എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ December 2, കമ്പ്യൂട്ടർ സേഫ്റ്റി ഡേ November 30. ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് ഇൻ ഇന്ത്യ ഈസ് സിദ്ധാർത്ഥ്. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് അത് നിർമ്മിച്ചത്. ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് സിദ്ധാർത്ഥ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇന്ത്യൻ പേരാണ് സിദ്ധാർത്ഥ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് ഇൻ ഇന്ത്യ സിദ്ധാർത്ഥ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ യൂണിവേഴ്സിറ്റി ഏതാണ്? രാജീവ് ഗാന്ധി കമ്പ്യൂട്ടർ യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് കമ്പ്യൂട്ടർ യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി കമ്പ്യൂട്ടർ യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ അവൈലബിൾ ഓൺ ഇൻ്റർനെറ്റ് ഈസ് ദി ഹിന്ദു. ദി ഹിന്ദു എന്ന പത്രം നമ്മൾ ഇപ്പം വരുത്തുന്ന ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ടല്ലോ, മെയിനായിട്ട് ഈ ഹിന്ദു എന്ന പത്രം ഫസ്റ്റ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ, ഇൻ്റർനെറ്റിൽ വന്ന ആദ്യത്തെ ന്യൂസ് പേപ്പറാണ് ഹിന്ദു. ആൻഡ് മാഗസിൻ ഇന്ത്യ ടുഡേ, ഇൻ്റർനെറ്റിൽ വന്ന ആദ്യത്തെ മാഗസിനാണ് ഇന്ത്യ ടുഡേ. ഫസ്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടി ക്രിയേറ്റഡ് ഇറ്റ്സ് വെബ്സൈറ്റ് ആണ് BJP. സ്വന്തമായി ഒരു വെബ്സൈറ്റ് തുടങ്ങിയ ആദ്യത്തെ, ഇൻ്റർനെറ്റിലൊരു വെബ്സൈറ്റ് തുടങ്ങിയ ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്ന് ആയിട്ട് കൂട്ടാം. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറാണ് ക്രേ K1S, മെയ്ഡ് ഇൻ USA ആണ്. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ക്രേ. നമ്മൾ ക്രേ മാത്രം പഠിച്ചാൽ മതി, K1S പഠിച്ചില്ലെങ്കിൽ ക്രേ എന്ന് ഓർത്താൽ മതി. മെയ്ഡ് ഇൻ USA. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ക്രേ. ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ENIAC. എല്ലാവർക്കും അറിയാം ENIAC. അതിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് ENIAC. ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർട്രാൻ, ഫോർമുല ട്രാൻസ്ലേഷൻ. അതാണ് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഏതാണ്? ഫോർട്രാൻ ആണ്. പിന്നെ IC ചിപ്പ് കണ്ടുപിടിച്ചത് JS കിൽബി. IC ചിപ്പ് കണ്ടുപിടിച്ചത് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. IC ചിപ്പ് കണ്ടുപിടിച്ചത് JS കിൽബി. ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ December 2, കമ്പ്യൂട്ടർ സേഫ്റ്റി ഡേ November 30. ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് ഇൻ ഇന്ത്യ ഈ സിദ്ധാർത്ഥ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി കമ്പ്യൂട്ടർ യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ അവൈലബിൾ ഓൺ ഇൻ്റർനെറ്റ് ഈസ് ദി ഹിന്ദു ആൻഡ് മാഗസിൻ ഈസ് ഇന്ത്യ ടുഡേ. ഫസ്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടി ക്രിയേറ്റഡ് ഇറ്റ്സ് വെബ്സൈറ്റ് BJP. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ക്രേ K1S. ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ENIAC. ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർട്രാൻ. IC ചിപ്പ് ഡിസ്കവർഡ് ബൈ JS കിൽബി. ഇപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് CDAC. CDACിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കുക, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. അത് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്ത് പൂനെയാണ് 1988. ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് വില്ലേജ് എവിടെയാണ്? വെള്ളനാടാണ്. തിരുവനന്തപുരത്തെ വെള്ളനാടാണ് ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് വില്ലേജ്. കമ്പ്യൂട്ടർ എന്ന വേർഡ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ബ്രാക്കറ്റിൽ ഏത് വേർഡാണ്, ഗ്രീക്ക് ആണോ ലാറ്റിൻ ആണോ ഇംഗ്ലീഷ് ആണോ അങ്ങനത്തുള്ള ചോദ്യങ്ങളായിരിക്കും ഓപ്ഷനിൽ വരുന്നത്. ലാറ്റിൻ വേർഡാണ് കമ്പ്യൂട്ടർ വേർഡ്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ, ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അലൻ ട്യൂറിംഗ് ആണ്. അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസും കൂടാണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസും അലൻ ട്യൂറിംഗ് ആണ്. രണ്ടും ഓർത്തിരിക്കുക, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസും അലൻ ട്യൂറിംഗ് ആണ്. ഫാദർ ഓഫ് ലോഗരിതം ജോൺ നേപ്പിയർ. ഫാദർ ഓഫ് പഞ്ച് കാർഡ് ഹെർമൻ ഹോളർത്ത്. ഇപ്പോഴത്തെ പ്രിൻ്ററിനെയാണ് പണ്ട് കാലത്ത് പഞ്ച് കാർഡ് എന്ന് പറയുന്നത്, അത് ഹെർമൻ ഹോളർത്ത്. ഇതെല്ലാം നമ്മൾ GKയിൽ മെയിനായിട്ട് ഇങ്ങനത്തുള്ള ചോദ്യങ്ങളാണ് IT നിന്ന് വരുന്നത്. ഇതും സൈബർ ലോസ്, പിന്നെ കുറച്ച് ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള കുറച്ച് ഹാക്കിങ്, വൈറസ്, വെബ് ബഗ്ഗിങ് അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും ചോദ്യങ്ങൾ.
ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ CDAC, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്, എസ്റ്റാബ്ലിഷ് ചെയ്തവരാണ് പൂനെ, 1988. ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് വില്ലേജ് ഈസ് വെള്ളനാട്, ട്രിവാൻഡ്രം. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെയാണ് ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് വില്ലേജ് വെള്ളനാട്. കമ്പ്യൂട്ടർ വേർഡ് ലാറ്റിൻ വേർഡാണ്. ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ അലൻ ട്യൂറിംഗ്, ആൾസോ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഫാദർ ഓഫ് ലോഗരിതം ജോൺ നേപ്പിയർ. ഫാദർ ഓഫ് പഞ്ച് കാർഡ് ഹെർമൻ ഹോളർത്ത്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ജനറേഷൻസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ട് ഈ ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. എത്ര ജനറേഷൻ ഉണ്ട്? 5 ജനറേഷൻ ഉണ്ട്. 5 ജനറേഷൻ, അതിൻ്റെ വർഷം വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ 5 ജനറേഷൻസിനകത്ത് എന്തൊക്കെയാണ് യൂസ് ചെയ്തത്, ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തത് എന്ന് മാത്രം നമ്മൾ, പിന്നെ അതിനായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ: ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത്ത് ജനറേഷൻ. നമ്മളിപ്പോഴുള്ള ജനറേഷൻ ഏതാണെന്ന് വെച്ചാൽ ഫോർത്ത് ജനറേഷനാണ്. ഫിഫ്ത്ത് ജനറേഷൻ നൗ ആൻഡ് ഫ്യൂച്ചർ. ഫിഫ്ത്ത് ജനറേഷൻ ഈ സൂപ്പർ കമ്പ്യൂട്ടറൊക്കെ വരുന്നത് ഫിഫ്ത്ത് ജനറേഷനാണ്. ഫസ്റ്റ് ജനറേഷൻ 1940 മുതൽ 1956 വരെയാണ് ഫസ്റ്റ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷൻ 1956 മുതൽ 1963 വരെയാണ്. തേർഡ് ജനറേഷൻ 1964 മുതൽ 1971 വരെ. ഫോർത്ത് ജനറേഷൻ 1971 മുതൽ 1990 വരെ. ഫിഫ്ത്ത് ജനറേഷൻ നൗ ആൻഡ് ഫ്യൂച്ചർ. നമുക്കാദ്യം ഫസ്റ്റ് ജനറേഷൻ നോക്കാം. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 1940 മുതൽ 1956 വരെ, ഏകദേശം ആ വർഷം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനകത്ത് എന്താണ് യൂസ് ചെയ്തിരുന്നത്? വാക്വം ട്യൂബ്സ് ആണ്. ഫസ്റ്റ് ജനറേഷനിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഏതാണ്? വാക്വം ട്യൂബ്സ് ആണ്. പിന്നെ മെമ്മറി സ്റ്റോറേജിനായി ഉപയോഗിച്ചിരുന്നതാണ് മാഗ്നറ്റിക് ഡ്രംസ്. മെമ്മറി സ്റ്റോറേജിന് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത ഏതാണ്? മാഗ്നറ്റിക് ഡ്രംസ്. അതിൽ യൂസ് ചെയ്ത ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ്. എക്സാമ്പിൾ യൂണിവാക്, എഡ്വാക് ആൻഡ് ENIAC. ഇത് മൂന്നുമാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ. വാക്വം ട്യൂബ്സ്, മാഗ്നറ്റിക് ഡ്രംസ്, മെഷീൻ ലാംഗ്വേജ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തത് വാക്വം ട്യൂബ്സ് ആണ്. മെമ്മറി സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്തിരുന്നത് മാഗ്നറ്റിക് ഡ്രംസ് ആണ്. ലാംഗ്വേജ് യൂസ് ചെയ്തത് മെഷീൻ ലാംഗ്വേജ് ആണ്. എക്സാമ്പിൾ യൂണിവാക്, എഡ്വാക് ആൻഡ് ENIAC. എഡ്വാക്കിൻ്റെ ഫുൾ ഫോമാണ് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ കമ്പ്യൂട്ടർ. യൂണിവാക്കിൻ്റെ ഫുൾ ഫോമാണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ENIACൻ്റെ ഫുൾ ഫോം നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റർ. ഒരു ഫസ്റ്റ് ജനറേഷൻ ഇമ്പോർട്ടൻ്റ് ഏതാണ്? വാക്വം ട്യൂബ്സ് ആണ്. ഫസ്റ്റ് ജനറേഷൻ ഓർക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഓർക്കണം വാക്വം ട്യൂബ്സ്. അന്നേരം വാക്വം ട്യൂബ്സ് കണ്ടുപിടിച്ചതൂടെ നോക്കാം, ജോൺ എ ഫ്ലെമിംഗ്. വാക്വം ട്യൂബ്സ് കണ്ടുപിടിച്ചാണ് ജോൺ എ ഫ്ലെമിംഗ്. യൂണിവാക്കും ENIACും കണ്ടുപിടിച്ചത് രണ്ടുപേരുമാണ്. പ്രസ്പെറക്കർട്ടാണ് ജോൺ മൗക്ലി. പ്രസ്പെറക്കർട്ടും ജോൺ മൗക്ലിയും. എഡ്വാക് കണ്ടുപിടിച്ചത് ജോൺ വാൻ ന്യൂമാൻ. എഡ്വാക് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ജോൺ വാൻ ന്യൂമാൻ. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത ഏതാണ്? മെയിനായിട്ട് വാക്വം ട്യൂബ്സ് ആണ്. മെമ്മറി സ്റ്റോറേജിന് മാഗ്നറ്റിക് ഡ്രംസ് ആണ് യൂസ് ചെയ്തിരുന്നത്. മെഷീൻ ലാംഗ്വേജ് യൂസ് ചെയ്തിരുന്നത്. ഇത് മൂന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. അടുത്തത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലോട്ട് പോവുകയാണെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ വാക്വം ട്യൂബ്സ് ആണ്. സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. കാലഘട്ടം 1956 മുതൽ 63 വരെ. ട്രാൻസിസ്റ്റേഴ്സ് ആണ് സെക്കൻഡ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻ സൈസ് ആൻഡ് ലെസ് ഹീറ്റ് കമ്പയർഡ് ടു വാക്വം ട്യൂബ്സ്. വാക്വം ട്യൂബ്സ് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസ് വേണം. പകരം ഇതിന് സ്മോൾ ഇൻ സൈസ് ആണ്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻ സൈസ് ആണ്. പിന്നെ വാക്വം ട്യൂബ്സിനകത്ത് അത് പ്രവർത്തിക്കുമ്പോൾ ഹീറ്റ് ഇഷ്ടം പോലെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ലെസ് ഹീറ്റ് കുറവാണ്. അതുകൊണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കുമാണ് മെമ്മറി സ്റ്റോറേജിന് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്.
ആദ്യത്തേതിനകത്ത് ഏതാണ് മാഗ്നറ്റിക് ഡ്രംസ് ആയിരുന്നു. സെക്കൻഡ് ജനറേഷനിൽ മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കുമാണ് മെമ്മറി സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ്. എക്സാമ്പിൾ IBM 700, CDC 3600. ഒരുപാട് സീരീസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം മാത്രം നോക്കിയാൽ മതി. IBM 700 CDC 3600. മറ്റേ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ENIAC, UNIVAC, EDVAC. സെക്കൻഡ് ജനറേഷൻ എക്സാമ്പിൾ IBM 700, CDC 3600. അന്നേരം സെക്കൻഡ് ജനറേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ആരാണ്? വില്യം ഷോക്ലിയും ജോൺ ബർദീൻ. ഇത്രയേ ഉള്ളൂ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. അടുത്ത തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ 1964 മുതൽ 1971 വരെ. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? IC ചിപ്പാണ്. അവിടുത്തെ താരം IC ചിപ്പാണ്. ഫസ്റ്റ് ജനറേഷൻ വാക്വം ട്യൂബ്സ്, സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റർ, മൂന്നാമത്തെ ജനറേഷൻ ഏതാണ്? IC ചിപ്പ്. IC ചിപ്പ് എന്ന് പറയുന്നത് 1000 ട്രാൻസിസ്റ്ററിന് ഒരു IC ചിപ്പ് എന്ന് പറയും. കൺസിസ്റ്റ് തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ. ഒരു IC ചിപ്പിനകത്ത് ആയിരക്കണക്കിന് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അന്നേരം വീണ്ടും സൈസ് കുറയും, വീണ്ടും ക്വാളിറ്റി കൂടും. അതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ് ഓരോ ജനറേഷൻ. അതായത് ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന IC ചിപ്പാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കോബോൾ, ബേസിക് എന്നീ ലാംഗ്വേജസ് ആണ്. എക്സാമ്പിൾ IBM 360, IBM 370. ഒരുപാട് സീരീസ് ഉണ്ട്. നമ്മൾ എളുപ്പമുള്ളത് 360, 370. IBM 360, IBM 370. IC ചിപ്പ് കണ്ടുപിടിച്ച് നമ്മൾ ആദ്യമേ നോക്കിയായിരുന്നു IC ചിപ്പ് ആരാണ്? JS കിൽബി. അപ്പോൾ തേർഡ് ജനറേഷൻ IC ചിപ്പാണ് യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോബോളും ബേസിക്കുമാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കോബോൾ എന്ന് പറയുന്നത് കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് അതിൻ്റെ ഫുൾ ഫോം. ബേസിക് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ആൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം. ആ ഫുൾ ഫോം നോക്കി വെക്കുക, നമുക്കത് പിന്നെ നോക്കാം. അത്രയേ ഉള്ളൂ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. അടുത്തത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറാണ് ഇപ്പം റണ്ണിങ്. നമ്മളിപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറാണ്. 1971 to 1990. അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അടുത്ത ടെക്നോളജി തേർഡ് ജനറേഷന് IC ചിപ്പാണെങ്കിൽ ഫോർത്ത് ജനറേഷൻ ആരുടെയാണ്? മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. VLSI ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം മൈക്രോ പ്രോസസ്സറാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലെല്ലാം യൂസ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഇൻ്റർനെറ്റ് സ്റ്റാർട്ടഡ് ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 1995-ലാണ്. പക്ഷേ പുറമേയുള്ള രാജ്യങ്ങൾ US അതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തു. അന്നേരം ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടങ്ങളിലാണ് ഇൻ്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. എക്സാമ്പിൾ DEC-10 അല്ലെങ്കിൽ ഡിസംബർ 10, സ്റ്റാർ 1000, ക്രേ 1. എളുപ്പമാണ് മറ്റേതിനെ അപേക്ഷിച്ച് എക്സാമ്പിൾ പഠിക്കാൻ. ഡിസംബർ 10 അല്ലെങ്കിൽ ഡിസംബർ 10 എന്നല്ല, DEC-10, സ്റ്റാർ 1000, ക്രേ 1. വേൾഡ് ഫസ്റ്റ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഏതാണ്? ഇൻ്റൽ 4004, 4004. ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസറാണ് ഇൻ്റൽ 4004. അപ്പോൾ അത്രയേ ഉള്ളൂ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഇനി ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നൗ ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഭാവി. അതാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. അതെന്ന് പറയുന്നത് മെയിനായിട്ട് അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. AI ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ULSI ടെക്നോളജി. അതിനകത്ത് നേരത്തെ നമ്മൾ ഫോർത്ത് ജനറേഷൻ VLSI ആണ്, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ ULSI ടെക്നോളജിയാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് അതിന് എക്സാമ്പിൾ. ഇപ്പം ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ അതിനൊരു കാലഘട്ടമൊന്നുമില്ല, അത് വന്നുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അങ്ങനെ നമ്മൾ പല സൂപ്പർ കമ്പ്യൂട്ടേഴ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി അതാണ് ഫിഫ്ത്ത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. AI ടെക്നോളജി, ഈ റോബോട്ട് അങ്ങനത്തുള്ള അതിനകത്തെല്ലാം AI ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്.
അതാണ് ഫിഫ്ത്ത് ജനറേഷൻ. അപ്പോൾ നമ്മൾ ഈ പഠിച്ച 5 ജനറേഷൻസ് നമ്മൾ നോക്കി. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ എന്തുവായിരുന്നു? വാക്വം ട്യൂബ്സ്. സെക്കൻഡ് ജനറേഷനിൽ ഏതായിരുന്നു? ട്രാൻസിസ്റ്റേഴ്സ്. തേർഡ് ജനറേഷനിൽ IC ചിപ്പ്. ഫോർത്ത് ജനറേഷനിൽ, അതായത് ഇപ്പോൾ ഉള്ള മൈക്രോ പ്രോസസർ. ഫിഫ്ത്ത് ജനറേഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ജനറേഷൻ ഏതാണ്? മെഷീൻ ലാംഗ്വേജ്. സെക്കൻഡ് ജനറേഷനിൽ അസംബ്ലി ലാംഗ്വേജ്. തേർഡ് ജനറേഷനിൽ പ്രോഗ്രാമബിൾ ലാംഗ്വേജ്. ഫോർത്ത് ജനറേഷനിൽ ഹൈ ലെവൽ ലാംഗ്വേജ്. ഇത്രയാണ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ്. ചെറിയൊരു സംഭവമാണ് ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ്. ഹാർഡ്വെയർ എന്തുവാണ്? നമുക്ക് കാണാം ആൻഡ് ടച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഒരു മൗസ്, ഒരു കീബോർഡ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്തുള്ള ഭാഗം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക്, അതിനെ നമുക്ക് കാണാനും പറ്റും, ടച്ച് ചെയ്യാനും പറ്റും. അതിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ്. എക്സാമ്പിൾ കീബോർഡ്, മൗസ്, എക്സെട്ര. കീബോർഡ്, മൗസ് എന്ന് പറയുന്ന ഒരു പെരിഫറൽ ഡിവൈസ് ആണ്. പെരിഫറൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ പ്രധാന കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം അല്ലാത്തതും ആവശ്യാനുസരണം സിസ്റ്റത്തോട് ചേർത്ത് ഉപയോഗിക്കാനും സാധിക്കുന്ന ഹാർഡ്വെയർ ഉപകരണങ്ങൾ. ഒരു മെയിൻ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗമൊന്നല്ല. വേണമെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എടുത്ത് കളയാം. കീബോർഡ് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എടുത്ത് കളയാം. കീബോർഡ് ഇല്ലെങ്കിലും കമ്പ്യൂട്ടർ റണ്ണിങ് ആണ്. മൗസ് ഇല്ലെങ്കിലും കമ്പ്യൂട്ടർ റണ്ണിങ് ആണ്. നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്ക് കീബോർഡ്, മൗസ് ഒക്കെ യൂസ് ചെയ്യാം. അതിനാണ് പെരിഫറൽ ഡിവൈസ്. അത്യാവശ്യമൊന്നുമില്ല, എന്നാലും നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. അതാണ് പെരിഫറൽ ഡിവൈസ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർ കേട്ടിട്ടുണ്ട്. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, കൂടുതലും നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ഫോട്ടോഷോപ്പ്, അങ്ങനത്തുള്ള സോഫ്റ്റ്വെയർ ഒരുപാട് കേൾക്കുന്നുണ്ട്. MS ഓഫീസ്, ഗെയിമിംഗ് സോഫ്റ്റ്വെയർസ്, ഇഷ്ടംപോലെ ടോപ്പിക്ക്. ലാപ്പിനകത്തും മൊബൈലിനകത്തും എല്ലാം ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്യാൻ ഒക്കത്തില്ല. അതെന്ന് പറയുന്നൊരു ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് സോഫ്റ്റ്വെയർ. അതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇലക്ട്രോണിക് ഇൻസ്ട്രക്ഷൻ ടു പെർഫോം എ വർക്ക്. അതൊരു സെറ്റ് ഓഫ് ഇലക്ട്രോണിക് ഇൻസ്ട്രക്ഷനാണ് ഒരു വർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോണിക് ഇൻസ്ട്രക്ഷനാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എത്ര ടൈപ്പ് ഉണ്ട്? സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം, OS. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഒരു എക്സാമ്പിൾ പറയാം, MS ഓഫീസ്. അപ്പോൾ ഈ OS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, MS ഓഫീസ് എന്ന് പറയുന്നത് ഏതാണ്? ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ കൺട്രോൾ ദി ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദാറ്റ് ഈസ് വിൻഡോസ്, ലിനക്സ്. കണക്ട് യൂസർ ടു കമ്പ്യൂട്ടർ. യൂസറിനെ കമ്പ്യൂട്ടറായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ OS ഇല്ലെങ്കിൽ നമുക്ക് അകത്തോട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റണ്ണിങ് ആവത്തില്ല. കാരണം ഒരു OS വേണം. നമ്മുടെ ലാപ്പിനകത്ത് വിൻഡോസ് ആണ് OS ഇറങ്ങുന്നത്. ഇപ്പോൾ വിൻഡോസ് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള സീരീസാണ് ഇറങ്ങിയിരിക്കുന്നത്. വിൻഡോസ് 1 മുതൽ 10 വരെ. അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റാണ് വിൻഡോസിൻ്റെ. അപ്പോൾ അത് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ വിൻഡോസ് എന്ന് പറയുന്ന ഒരു OS ആണ്. നമ്മൾ വിൻഡോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതെന്ന് പറയുന്ന ഒരു കൺട്രോൾ ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ഫങ്ഷനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ OSന് എക്സാമ്പിളാണ് വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ്. ഇപ്പോൾ വിൻഡോസ് 1 മുതൽ 10 സീരീസ് വരെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യത്തെ വിൻഡോസ് 1.0 മുതൽ വിൻഡോസ് 10 വരെ. ഏറ്റവും പുതിയ പതിപ്പ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ വിൻഡോസിൻ്റെ സ്ഥാപകൻ ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. വിൻഡോസിൻ്റെ സ്ഥാപകൻ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനാണ് ബിൽ ഗേറ്റ്സും പോൾ അലൻ എന്നിവർ. അത് മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകരാണ്.
അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതാണ്? കൺട്രോൾ ദി ഫങ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. എക്സാമ്പിൾ OS, എക്സാമ്പിൾ വിൻഡോസ്, ലിനക്സ്. കണക്ട് യൂസർ ടു കമ്പ്യൂട്ടർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് യൂസർ ടു പെർഫോം വേരിയസ് ടാസ്ക്. നമ്മൾക്ക് പലതരത്തിലുള്ള ടാസ്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ വർക്കിന് യൂസ് വേണ്ടിയുള്ള പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. ഫോട്ടോഷോപ്പ്, MS ഓഫീസ്, MS പവർ പോയിന്റ്, MS വേർഡ്, അങ്ങനെയുള്ള പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? നമ്മൾ ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ് ആണ് നോക്കുന്നത്. അന്നേരം സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്. അതേപോലെ തന്നെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ്. കീബോർഡ്, മൗസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതെന്തൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, ആൻഡ് CPU ഉണ്ട്. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, സ്കാനർ. ഇഷ്ടംപോലെ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻപുട്ട് ഡിവൈസസ്, അതായത് ചോദ്യങ്ങൾ വരുന്ന കുറച്ച് ഇൻപുട്ട് ഡിവൈസസ്. കീബോർഡ്, മൗസ്, സ്കാനർ. കീബോർഡ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ഫാദർ ഓഫ് കീബോർഡ് എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. കീബോർഡിനകത്ത് എത്ര കീസ് ഉണ്ട്? ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കീബോർഡ് 104 കീസ് ഉണ്ട്. കീബോർഡിനകത്തെ ഫങ്ഷണൽ കീസുകളുടെ എണ്ണം എത്ര? ഓപ്ഷനിൽ 10, 11, 12, 14 അങ്ങനത്തെ ഓപ്ഷൻസ് വരും. 12 ഫങ്ഷണൽ കീസ്. ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷണൽ കീസ് ഇൻ കീബോർഡ് 12. ടോട്ടൽ കീസ് എത്രയാണ്? 104 കീ ഉണ്ട് കീബോർഡിൽ. മൗസിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മൗസ് നമുക്ക് ഏകദേശം അറിയാം. റൈറ്റ് ക്ലിക്കും ലെഫ്റ്റ് ക്ലിക്കും എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനകത്തൊരു ബോളുണ്ട്. മൗസിന് അതിൻ്റെ ഫാദർ ഓഫ് മൗസ് ഡഗ്ലാസ് എൻഗൽബാർട്ട്. അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ സ്കാനർ നമുക്ക് അറിയാമല്ലോ. കൺവേർട്ട് പിക്ചേഴ്സ് ആൻഡ് ഡാറ്റ ഇൻറ്റു ഇലക്ട്രോണിക് ഫോർമാറ്റ്. പിക്ചറും ഡാറ്റ എല്ലാം സ്കാൻ ചെയ്ത് ഇലക്ട്രോണിക് ഫോർമാറ്റാക്കി കമ്പ്യൂട്ടറിൽ കയറ്റുന്നു. അതാണ് സ്കാനർ. ഇതെല്ലാം ഏതാണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. അതർ ഇൻപുട്ട് ഡിവൈസ് കുറച്ച് അല്ലാതുള്ള ഇൻപുട്ട് ഡിവൈസ് ആണ്. ട്രാക്ക് ബാൾ, ജോയ്സ്റ്റിക്ക്, OMR ആണ് നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവം. OMR എന്ന് പറയുന്നതാണ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ട്രാക്ക് ബാൾ, ജോയ്സ്റ്റിക്ക്, OMR. ഇത്രയേ ഉള്ളൂ ഇൻപുട്ട് ഡിവൈസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അടുത്ത ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസ് ആണ് മോണിറ്റർ, പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കർ, എക്സെട്ര. മോണിറ്റർ, പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കർ ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മോണിറ്റർ എല്ലാവർക്കും അറിയാം. നോൺ ആസ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. വിച്ച് ഈസ് നോൺ ആസ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്? VDU മോണിറ്റർ ആണ്. വേരിയസ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ്. CRT, LED, LCD, TFT, പ്ലാസ്മ. വേരിയസ് മോണിറ്റേഴ്സ് പല ടൈപ്സ് ഉണ്ട്. CRT കാഥോഡ് റേ ട്യൂബ് എന്നാണ് പറയുന്നത്. കാഥോഡ് റേ ട്യൂബ്. LED എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LCD എന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. TFT എന്ന് പറയുന്നത് തിൻ ഫിലിം ട്രാൻസിസ്റ്റർ. പിന്നെ പ്ലാസ്മ. വേരിയസ് ടൈപ്സ് ഓഫ് മോണിറ്റർ. നമ്മൾ TV അടിക്കുമ്പോൾ അതിനകത്ത് തന്നെ LCD TV, LED TV, പ്ലാസ്മ TV അത് തന്നെയാണ് സംഭവം മോണിറ്റർ. അത്രയേ ഉള്ളൂ മോണിറ്റർ. നോൺ ആസ് VDU, വേരിയസ് ടൈപ്സ് CRT, LED, LCD, TFT, പ്ലാസ്മ. അടുത്ത പ്രിൻ്ററിനകത്തുനിന്ന് ഇച്ചിരി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പാക്റ്റും നോൺ ഇമ്പാക്റ്റുമാണ്. 2 ടൈപ്സ് ഓഫ് പ്രിൻ്റേഴ്സ് ഉണ്ട്. ഇമ്പാക്റ്റും നോൺ ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ലൈൻ പ്രിൻ്റർ, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ, ചെയിൻ എക്സെട്ര. ലൈൻ, ഡോട്ട് മാട്രിക്സ്, ചെയിൻ ഇതെല്ലാം ഏതാണ്? ഇമ്പാക്റ്റിന് എക്സാമ്പിൾ. നോൺ ഇമ്പാക്റ്റിന് എക്സാമ്പിളാണ് ഇങ്ക്ജെറ്റും ലേസറും. ഈ നോൺ ഇമ്പാക്റ്റാണ് കുറച്ച് ഇമ്പോർട്ടൻസ്. ഇങ്ക്ജെറ്റ് പ്രിൻ്ററും ലേസർ പ്രിൻ്ററും. ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് പ്രിൻ്ററാണ് ലേസർ പ്രിൻ്റർ. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസ് ഇതൊക്കെയാണ്. മോണിറ്റർ, പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കറൊക്കെ എല്ലാവർക്കും അറിയാം. മോണിറ്റർ നോൺ ആസ് VDU. വേരിയസ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് CRT, LED, LCD, TFT, പ്ലാസ്മ. പ്രിൻ്റേഴ്സ് എന്ന് പറയുന്നത് 2 ടൈപ്സ്, ഇമ്പാക്റ്റ് ആൻഡ് നോൺ ഇമ്പാക്റ്റ്.
ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലൈൻ പ്രിൻ്റർ, ഡോട്ട് മാട്രിക്സ് ആൻഡ് ചെയിൻ. നോൺ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇൻജെക്റ്റ് ആൻഡ് ലേസർ. ഇതാണ് ഔട്ട്പുട്ട് ബേസ്. അടുത്തത് CPU. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിലോട്ട് പോകുന്നില്ല, ഈ ബേസ് ലെവൽ മാത്രമേ നോക്കുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇനി അങ്ങോട്ട് വരും. CPU എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ, കൺവേർട്ട് ഡാറ്റ ഇൻറ്റു ഇൻഫർമേഷൻ. 3 പാർട്ടുണ്ട്: അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. അപ്പോൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിന് എന്താണ്? പെർഫോം കാൽക്കുലേഷൻസ് ആണ് അതിൻ്റെ വർക്ക്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ഓൾ ദി ഫങ്ഷൻസ്. മെമ്മറി യൂണിറ്റ് സ്റ്റോർ ഇൻഫർമേഷൻ. ലൈറ്റായിട്ട് മാത്രം നമ്മളതിൻ്റെ മേൽഭാഗം മാത്രമേ ഉള്ളൂ. എല്ലാத்தைയും നോക്കി പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതാണ് CPU. ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ, കൺവേർട്ട് ഡാറ്റ ഇൻറ്റു ഇൻഫർമേഷൻ. 3 പാർട്സ് ഉണ്ട്: ALU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ALU പെർഫോം കാൽക്കുലേഷൻസ്, കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ഓൾ ഫങ്ഷൻസ്, മെമ്മറി യൂണിറ്റ് സ്റ്റോർ ഇൻഫർമേഷൻ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് നമ്മൾ ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. ഏകദേശം ഈ ഫീൽഡിൽ നിന്ന് ഇപ്പം തന്നെ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ ഫസ്റ്റ് ജനറേഷനിൽ എന്താണ് യൂസ് ചെയ്തിരുന്നത്? വാക്വം ട്യൂബ്സ്. സെക്കൻഡ് ജനറേഷനകത്ത് ഏതാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസിസ്റ്റേഴ്സ്. അങ്ങനത്തുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ അതിൽ നിന്ന്. അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തുള്ള സിമ്പിൾ ചോദ്യങ്ങൾ. ഇപ്പോൾ ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ ഏതാണ്? താഴെ 4 ഓപ്ഷൻ തരും, അതിനകത്ത് ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? അങ്ങനത്തുള്ള ചോദ്യങ്ങളാണ് ഇപ്പം നമ്മൾ നോക്കിയതിനകത്ത് വരുന്ന. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള അകത്തോട്ട് കയറി ഒരു ചോദ്യവും ചോദിക്കത്തില്ല. ഇപ്പം നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് അഡാ ലവ്ലേസ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ്? അഡാ ലവ്ലേസ് ഒരു വുമൺ ആണ്. അടുത്ത GPS സ്റ്റാൻഡ് ഫോർ. കഴിഞ്ഞ കമ്പനി ബോർഡ് കോർപ്പറേഷൻസിന് അതിന് മുമ്പുള്ള ഏതോ എക്സാംസിനൊക്കെ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. GPS 4 ഓപ്ഷൻ തരും, അതിനകത്ത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് അതിൻ്റെ ആൻസർ. GPSൻ്റെ ആൻസർ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഫസ്റ്റ് വെബ് ബ്രൗസർ ഓഫ് ഇന്ത്യ എപ്പിക്. ഫസ്റ്റ് വെബ് ബ്രൗസർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എപ്പിക് ആണ്. ദി മാനുഫാക്ചറിങ് കമ്പനി ഓഫ് ആകാശ് ടാബ്ലറ്റ്. ആകാശ് ടാബ്ലറ്റ് എന്ന് പറയുന്നത് ചീപ്പസ്റ്റ് ടാബ്ലറ്റ് കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ്. ചീപ്പസ്റ്റ് ടാബ്ലറ്റ് കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ്, അതാണ് ആകാശ് ടാബ്ലറ്റ്. അതിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുന്നത് ഡേറ്റാവിൻ്റെ ആണ്. അടുത്ത USB സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ സീരിയൽ ബസ്. USB സ്റ്റാൻഡ്സ് ഫോർ ഏതാണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഫാദർ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ സിസ്റ്റം റിച്ചാർഡ് സ്റ്റാൾമാൻ. ഫ്രീ സോഫ്റ്റ്വെയർ സിസ്റ്റം. ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫ്രീ സോഫ്റ്റ്വെയർ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ വരുത്താം, അതാണ് ഫ്രീ സോഫ്റ്റ്വെയർ. ഒരു ഫ്രീ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ലിനക്സ്. നമ്മൾ നേരത്തെ ലിനക്സ് എന്ന് പറയുന്ന ഒരു OS ആണ്. വിൻഡോസ്, ലിനക്സ്. അപ്പോൾ ഈ ലിനക്സിനകത്ത് നമുക്കൊരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി അത് ഉപയോഗിക്കാം. ഒരു നമ്മൾ പണ്ട് ഇത് OS കണ്ടു കാണും, ഒരു പെങ്കിൻ്റെ ഒക്കെ പടമുള്ള പെങ്കിനാണ് അതിൻ്റെ ലോഗോ. ടക്സ് എന്ന് പറയുന്നതാണ്. ടക്സ് എന്ന് പറയുന്ന ഒരു ലോഗോ, അതായത് പെങ്കിൻ്റെ ലോഗോയുള്ള ലിനക്സ്. അപ്പോൾ ഫാദർ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ സിസ്റ്റം ഏതാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ. ഇയർ ഇൻ വിച്ച് ഇൻ്റർനെറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞായിരുന്നു. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോടാണ്. ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ വന്നത് എന്നാണ്? 1995. 1995 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വന്നത്. ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയതെന്ന് പറഞ്ഞാൽ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ, ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ്.
ഈ 2 ടോപ്പിക്കാണ് ഫസ്റ്റ് ക്ലാസ്സാണ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നോക്കിയത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്മൾ നോക്കി. നമ്മളിനി ഇൻ്റർനെറ്റ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്ന ക്ലാസ്സിൽ വരും. ഒരു 4-5 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഫുൾ ടോപ്പിക്ക് തീർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ ചെറിയ 2 ടോപ്പിക്ക് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എടുത്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ്.